Dear students, in today's class we are going to study a new chapter, your fifth chapter, MS Access, queries, forms and reports. In the previous classes we have seen some of the basic features of MS Access. Today we are going to study it in some detail. Okay, let's start. MS Access, queries, forms and reports. In the previous chapter, you have learned about some basic features of MS Access 2010. It is used to create and maintain related tables under one database. ഒരു ഡേറ്റാബേസിനെ സംബന്ധിച്ച് ടേബിൾസും മറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് MS Access 2010 ഉപയോഗിക്കുന്നത്. However, in MS Access, you can also create queries which are used to display selected data from a single table or more than one table. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതുപോലെ തന്നെ ടേബിളുകളിൽ നിന്നോ ഒരു ടേബിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ടേബിളുകളിൽ നിന്നോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ക്വറീസ് ചോദിക്കാൻ വേണ്ടിയും നമുക്ക് MS Accessനെ ഉപയോഗപ്പെടുത്താം. യു ക്യാൻ ഓൾസോ പ്രസൻറ്റ് ഡേറ്റ എൻറ്റേർഡ് ഇൻ എ മോർ അണ്ടർസ്റ്റാൻഡബിൾ ഫോം ആസ് വെൽ എസ് ക്രിയേറ്റ് റിപ്പോർട്ട്സ്. കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടൊരു ഡേറ്റ എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം നമുക്ക് MS Accessൽ ലഭ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ഒരു ഫിഫ്ത്ത് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ക്വറീസ്, എന്താണ് ക്വറീസ് എന്നുള്ളത്. യൂസിങ് എ ക്വറി യു ക്യാൻ ആൻസർ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ ഡേറ്റ ദാറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു ആൻസർ ബൈ സിംപ്ലി ലുക്കിംഗ് അറ്റ് ദ ടേബിൾ. ഇപ്പോൾ ഒരു ടേബിളിൽ വെറുതെ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത് വഴി കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ടേബിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ while seeing the students table, the questions that can come to your mind are how many students have chosen karate as martial arts activity or which students are interested in football. Queries are used to find answers to such questions. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ കണ്ട ഒരു സ്റ്റുഡൻസ് ടേബിളിൽ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ എത്ര കുട്ടികളാണ് മാർഷൽ ആർട്സ് കരാട്ടെ ആയിട്ട് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര കുട്ടികളാണ് ആരൊക്കെയാണ് ഫുട്ബോളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് തുടങ്ങിയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന ക്വസ്റ്റ്യൻസിനെ ഈസി ആയിട്ട് ക്വറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ആ ഒരു ഡേറ്റയിൽ നിന്നും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംവിധാനമാണ് queries. MS Access provides 7 types of queries. These are 7 തരത്തിലുള്ള ക്വറീസ് ആണ് നമുക്ക് MS Access പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും എന്തിനു വേണ്ടിയുള്ളതാണ്, ഓരോ ക്വറീസും എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. സെലക്ട് ക്വറി, ഫസ്റ്റ് വൺ ആണ് സെലക്ട് ക്വറി. It selects the data from one or more tables and displays the data in the order in which the user wants to display it. It selects the data from one or more tables and displays the data in the order in which the user wants to display it. അപ്പോൾ സെലക്ട് ക്വറി എന്ന് വെച്ചാൽ എന്താണ്, ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ടേബിളുകളിൽ നിന്നും ഒരു റീഡർക്ക് അല്ലെങ്കിൽ യൂസർക്ക് ആവശ്യമായ ഡേറ്റാസ് കളക്ട് ചെയ്യുകയും അത് സെലക്ട് ചെയ്ത ശേഷം യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്വറിയാണ് സെലക്ട് ക്വറി എന്നുള്ളത്. അതായത് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലേ, യൂസർക്ക് സെലക്ട് ചെയ്യാൻ ആവശ്യമുള്ള, യൂസർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഏതൊക്കെയാണോ അതെല്ലാം സെലക്ട് ചെയ്ത ശേഷം അത് ഡിസ്പ്ലേ ചെയ്യുന്ന ക്വറിയാണ് സെലക്ട് ക്വറി. ഇനി രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഓർ സോർട്ട് ക്വറി. അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഓർ സോർട്ട് ക്വറി അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്വറി. അപ്പോൾ ക്വറികളിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമാണ് അഡ്വാൻസ്ഡ് ഫിൽട്ടർ ക്വറി. ഇറ്റ് അലൗസ് ദ യൂസർ ടു ഫൈൻഡ് ആൻഡ് സോർട്ട് ഇൻഫർമേഷൻ ഫ്രം എ സിംഗിൾ ടേബിൾ. ഒരു ടേബിളിൽ നിന്നും യൂസർക്ക് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്തുന്നതിനും അത് സോർട്ട് ചെയ്യുന്നതിനുമാണ് ഈ ഒരു
ക്വറി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സോർട്ട് ക്വറി എന്ന പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ഉപയോഗം വ്യക്തമാണ് അല്ലേ. സോർട്ട് ക്വറി എന്ന് വെച്ചാൽ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒരു പെർട്ടിക്കുലർ ടേബിളിൽ നിന്നും, ഒരു സിംഗിൾ ടേബിളിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം കണ്ടുപിടിക്കാനും സോർട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു ക്വറിയാണ് അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഓർ സോർട്ട് ക്വറി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ, ടോട്ടൽസ് ഓർ സമ്മറി ക്വറി. ടോട്ടൽസ് അല്ലെങ്കിൽ സമ്മറി ക്വറി അതെന്താണ്? ഇറ്റ് അലൗസ് ദ യൂസർ ടു കാൽക്കുലേറ്റ് സംസ്, ആവറേജസ് എക്സെട്ര. അപ്പോൾ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ യൂസ് ഉണ്ട്. ഇറ്റ് അലൗസ് ദ യൂസർ ടു കാൽക്കുലേറ്റ് സം, ആവറേജസ് എക്സെട്ര. അപ്പോൾ ഒരു യൂസറിന് ആകെ അളവ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആവറേജ് ശരാശരി കാണാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വറിയാണ് ടോട്ടൽ ഓർ സമ്മറി ക്വറി ഓഫ് ഓൾ ദ റെക്കോർഡ്സ്, എല്ലാ റെക്കോർഡ്സിൻ്റെയും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഷോ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് ബട്ട് ടോട്ടൽസ് ഓർ സമ്മറി ഓഫ് ദ ടേബിൾ. ഇപ്പോൾ ഇൻഡിവിജ്വൽ റെക്കോർഡ്സിൻ്റെ വാല്യൂസ് അത് കാണിക്കുകയില്ല, പകരം ടോട്ടലായിട്ടുള്ള ആകെ മൊത്തമുള്ള ഒരു ടേബിളിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ ആണെങ്കിലും ആകെ മൊത്തമുള്ള കാൽക്കുലേഷൻസ് അതിൻ്റെ സമ്മ അല്ലെങ്കിൽ ആവറേജ് ആണ് കാണിക്കുന്നത്. ബട്ട് ടോട്ടൽസ് ഓർ സമ്മറി ഓഫ് ദ ടേബിൾ, ഒരു ടേബിൾ ഡേറ്റയുടെ സമ്മറിയോ അല്ലെങ്കിൽ ടോട്ടലോ കാണിക്കുന്നതാണ് ടോട്ടൽസ് ഓർ സമ്മറി ക്വറി. ഓക്കെ, ഇനി നാലാമത്തത് എന്താണ്? പാരാമീറ്റർ ക്വറി. നാലാമത്തെ ടൈപ്പാണ് പാരാമീറ്റർ ക്വറി. ഇറ്റ് ആസ്ക്സ് സം ഇൻഫർമേഷൻ ഫ്രം ദ യൂസർ ബിഫോർ ഡിസ്പ്ലേയിങ് ദ ടേബിൾ ഡേറ്റ ഷീറ്റ്. പാരാമീറ്റർ ക്വറി എന്ന് വെച്ചാൽ ഇറ്റ് ആസ്ക്സ് സം ഇൻഫർമേഷൻ ഫ്രം ദ യൂസർ ബിഫോർ ഡിസ്പ്ലേയിങ് ദ ടേബിൾ ഡേറ്റ ഷീറ്റ്. ഒരു ടേബിൾ ഡേറ്റ ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് യൂസറിനോട് കുറച്ച് ഇൻഫർമേഷൻ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ മനസ്സിലാക്കിയെടുത്ത ശേഷം മാത്രമേ ആ ഒരു ഡിസ്പ്ലേ കാണിക്കുകയുള്ളൂ. ടേബിൾ ഡിസ്പ്ലേ ഡേറ്റ ഷീറ്റായിട്ടുള്ള കാണിക്കുകയുള്ളൂ. അതാണ് പാരാമീറ്റർ ക്വറി. അടുത്തത് ഓട്ടോ ലുക്കപ്പ് ക്വറി. നെക്സ്റ്റ് ടൈപ്പാണ് ഓട്ടോ ലുക്കപ്പ് ക്വറി. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഫിൽസ് ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ ഓൺ ബിഹാഫ് ഓഫ് ദ user. It automatically fills information in the table on behalf of the user. ഇപ്പോൾ യൂസർ എന്ന നിലയിൽ ഏതൊരു പ്രോഗ്രാം ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ എൻ്റർ ചെയ്യുന്നൊരു യൂസറിൻ്റെ ഭാഗത്ത് നിന്നും ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻസ് ടേബിളിലേക്ക് ഫില്ല് ചെയ്യുന്ന ക്വറിയാണ് ഓട്ടോ ലുക്കപ്പ് ക്വറി. ഓട്ടോ ലുക്കപ്പ് ക്വറി. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഫിൽസ് ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ ഓൺ ബിഹാഫ് ഓഫ് ദ യൂസർ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ടൈപ്പാണ് ആക്ഷൻ ക്വറി. ആക്ഷൻ ക്വറി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡിഫൈ, ഡിലീറ്റ് ആൻഡ് ആഡ് റെക്കോർഡ്സ് ഫ്രം വൺ ടേബിൾ ടു അനദർ. അപ്പം ആക്ഷൻ ക്വറി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മോഡിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ റെക്കോർഡ്സ് ഒരു ടേബിളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആഡ് ചെയ്യാനുമൊക്കെയാണ് ആക്ഷൻ ക്വറി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡിഫൈ, ഡിലീറ്റ് ആൻഡ് ആഡ് റെക്കോർഡ്സ് ഫ്രം വൺ ടേബിൾ ടു അനദർ. ഒരു ടേബിളിൽ നിന്നും മറ്റൊന്നിലേക്കും റെക്കോർഡ്സ് ആഡ് ചെയ്യുന്നതിനും ഡേറ്റാസിനെ മോഡിഫൈ ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും ഒക്കെയാണ് ആക്ഷൻ ക്വറി ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ, ക്രോസ് ടാബ് ക്വറി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വറിയാണ്, ദാറ്റ് ഈസ് ക്രോസ് ടാബ് ക്വറി. അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ടേബിൾ വിത്ത് ദ വാല്യൂസ് ഓഫ് വൺ ഫീൽഡ് ഓൺ ദ ടോപ്പ് ആൻഡ് വാല്യൂസ് ഓഫ് അനദർ ഫീൽഡ് ഡൗൺ ദ സൈഡ്. ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ടേബിൾ വിത്ത് ദ വാല്യൂസ് ഓഫ് വൺ ഫീൽഡ് ഓൺ ദ ടോപ്പ് ആൻഡ് വാല്യൂസ് ഓഫ് അനദർ ഫീൽഡ് ഡൗൺ ദ സൈഡ്. അപ്പോൾ ഒരു ടേബിളിൻ്റെ ഒരു ഫീൽഡിലെ വാല്യൂസ് ടോപ്പിലും മറ്റൊരു ഫീൽഡിലെ വാല്യൂ താഴെയും കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്രോസ് ടാബ് ക്വറി എന്ന ക്വറി ഉപയോഗിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 7 ടൈപ്സ് ഓഫ് ക്വറീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഒന്നുകൂടെ വായിക്കാം. സെലക്ട് ക്വറി, അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഓർ സോർട്ട് ക്വറി, ടോട്ടൽസ് ഓർ സമ്മറി ക്വറി, പാരാമീറ്റർ ക്വറി, ഓട്ടോ ലുക്കപ്പ് ക്വറി, ആക്ഷൻ ക്വറി, ക്രോസ് ടാബ് ക്വറി. ഇനി queries are used to answer a simple question, perform calculations and to combine data from different tables. അപ്പോൾ ക്വറീസ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യാൻ, ടു ആസ്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ചെറുതായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനും, പെർഫോം കാൽക്കുലേഷൻസ്, നമ്മൾ സമ്മ് കാണാനുള്ള ക്വറി ഏതാണെന്ന് പഠിച്ചല്ലേ, അതുപോലെ കാൽക്കുലേറ്റീവ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയും ഡിഫറെൻറ്റ് ടേബിൾസിലുള്ള ഡേറ്റാസിനെയൊക്കെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയുമാണ് ക്വറീസ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഓൾസോ യൂസ് ടു ആഡ്, മോഡിഫൈ ഓർ ഡിലീറ്റ് ഡേറ്റ ഫ്രം ടേബിൾസ്. ടേബിൾസിൽ നിന്നും ഡേറ്റാസൊക്കെ ആഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ കൂടി ഇത് ഉപയോഗിക്കുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ്. ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ MS ആക്സസിൽ സെറ്റ് ചെയ്യുക എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഇൻ MS ആക്സസ് വി യൂസ് ഡിഫറെൻറ്റ് ടേബിൾസ് ടു സ്റ്റോർ ഡേറ്റ. അപ്പോൾ നമ്മൾ പല ടേബിളുകളിലായിട്ടാണ് MS ആക്സസിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ടു ഗെറ്റ് ദിസ് ഡിവൈഡഡ് ഇൻഫർമേഷൻ ടുഗെദർ വി മസ്റ്റ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ആൻഡ് ദെൻ സ്പെസിഫൈ ദിസ് റിലേഷൻഷിപ്പ് ഇൻ ദ ഡേറ്റാബേസ്. അപ്പം പല ടേബിളുകളിൽ ഉള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഡേറ്റാബേസിൽ ഈ ഒരു ബന്ധം സ്പെസിഫൈ ചെയ്യുകയും വേണം. Once the relationship between tables is established, data from the tables can be used to create queries, forms and reports. അപ്പോൾ ഒരിക്കൽ ഈ ഒരു ബന്ധം, ടേബിളുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു ടേബിൾ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഫോംസ്, ക്വറീസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, a table relationship works by matching data in key fields, that is with the same name both tables അല്ലേ. A table relationship works by matching data in key fields. കീ ഫീൽഡുകളിലുള്ള നെയിമുകളെ മാച്ച് ചെയ്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യൂഷ്വലി these matching fields are primary key which uniquely identify each record in the table and a foreign key in the other table. അപ്പോൾ യൂഷ്വലി ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്നുള്ളത് ഓരോ ടേബിളിനും യുണീക്ക് ആയിട്ടുള്ളതാണ് അല്ലേ. ദെൻ ടു ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് 2 ടേബിൾസ്. അപ്പോൾ ഈ 2 ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ഗസ്റ്റ് നെയിം, അഡ്രസ്, സിറ്റി. അടുത്ത ടേബിള് ഫോൺ നമ്പർ, ഗസ്റ്റിൻ്റെ നെയിം, ഫോൺ നമ്പർ. ഈ 2 ടേബിളുകളെ നമ്മൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിലാക്കി ഒരു കമ്പൈൻ ചെയ്യുന്നത്, ഇതിലുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ ഒന്നിച്ച് ചേർക്കുന്നത് എന്നാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഓപ്പൺ വൺ ഓഫ് ദി ടേബിൾസ് ഇൻ ഡേറ്റ ഷീറ്റ് വ്യൂ. ഒന്നാമത്തെ ഇതിലേതെങ്കിലും ഒരു ടേബിള് ഡേറ്റ ഷീറ്റ് വ്യൂവിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഓൺ ഡേറ്റാബേസ് ടൂൾസ് ടാബ്. ഡേറ്റാബേസ് ടൂൾസ് ടാബ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഡേറ്റാബേസ് ടൂൾസ് എന്നുള്ള ടാബിൽ രണ്ടാമതായിട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ റിലേഷൻഷിപ്സ് ടു ഓപ്പൺ ഷോ ടേബിൾ ഡയലോഗ് ബോക്സ്. അതിൽ തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള ഭാഗത്ത് ആ ഒരു ബോക്സിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ടേബിൾ ഡയലോഗ് ബോക്സ്, ഷോ ടേബിൾ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഷോ ടേബിൾ എന്നുള്ളൊരു ഡയലോഗ് ബോക്സ് അവിടെ ഓപ്പൺ ആയി വരും. ദെൻ there will be 2 tables listed in show table dialog box. Double click on both the tables to put them in relationship window. അപ്പോൾ ഇതിൽ 2 ടേബിളുകളാണ് അപ്പോൾ ഓപ്പൺ ആയിട്ട് വരിക. ഗസ്റ്റ്, ഫോൺ നമ്പർ എന്നുള്ളത് ഇവിടെ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ദെൻ ഡബിൾ ക്ലിക്ക് ഓൺ ബോത്ത് ഓഫ് ദി ടേബിൾസ് ടു പുട്ട് ദം ഇൻ റിലേഷൻഷിപ്പ് വിൻഡോ. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് റിലേഷൻഷിപ്പ് വിൻഡോയിൽ ആക്കുക.
ദെൻ ക്ലിക്ക് ഓൺ ക്ലോസ്. അപ്പോൾ ഇവിടെ ഈ ക്ലോസിൽ പിന്നീട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 6th സ്റ്റെപ്പ് എന്താണ്? ക്രിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബൈ ഡ്രാഗിങ് and dropping the common field of one table on the top of the common field of the other table. This will open edit relationships dialog box. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബൈ ഡ്രാഗിങ് ആൻഡ് ഡ്രോപ്പിംഗ് ദ കോമൺ ഫീൽഡ് ഓഫ് വൺ ടേബിൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ കോമൺ ഫീൽഡ് ഓഫ് ദ അതർ ടേബിൾ. അപ്പോൾ ഈ രണ്ട് ടേബിൾസിനും കോമൺ ആയിട്ടുള്ളത് ഇവിടെ എന്താണ്? ഗസ്റ്റ് നെയിം ആണല്ലേ. അപ്പോൾ ആ ഒരു ഫീൽഡ് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത ശേഷം ഒന്നിൻ്റെ മുകളിൽ 1 എന്നുള്ള കണക്കിൽ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഫീൽഡ് ഓൺ ദ അനദർ ടേബിൾ. ദെൻ ദിസ് വിൽ ഓപ്പൺ എഡിറ്റ് റിലേഷൻഷിപ്സ് ഡയലോഗ് ബോക്സ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. എഡിറ്റ് റിലേഷൻഷിപ്സ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ദെൻ അതിൽ നിന്നും ക്രിയേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് കാണുന്ന ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത പേജിൽ എ ലൈൻ വിൽ ബി ഡ്രോൺ between the two tables showing that the relationship has been created. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഒരു ലൈൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ രണ്ട് ടേബിളുകളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ആയി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലൈൻ ഇവിടെ ഡിസ്പ്ലേ ആയി വരുന്നത്. എ ലൈൻ വിൽ ബി ഡ്രോൺ ബിറ്റ്വീൻ ടു ടേബിൾസ് ഷോയിങ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. ഓക്കെ, ടു സേവ് ദ റിലേഷൻഷിപ്പ് click on the save button in the quick access toolbar. Quick access toolbarലെ save relationship എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഈ ഒരു ടേബിൾ റിലേഷൻഷിപ്പ് സേവ് ആയിക്കോളും. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പം എത്ര സ്റ്റെപ്പുകളാണുള്ളത്? 9 സ്റ്റെപ്പുകളാണുള്ളത്. അത് നിങ്ങൾ വ്യക്തമായിട്ട് സ്റ്റെപ്പ് സഹിതം എഴുതി പഠിക്കുക. ഓക്കെ, in today's class we discussed what are the different types of queries. There are 7 kinds of queries in MS Access, and one more thing, how to build a relationship between different tables in a MS Access database. Okay, these are 2 important things we learned in today's class. Hope you enjoyed today's class and see you in next class.